ഹലോ എവരിവൺ, ഈസി റെസിപ്പിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പപ്പായ കൊണ്ടുള്ള ഒരു പിക്കിളാണ്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ടൊരു മീഡിയം വലുപ്പമുള്ള പച്ച പപ്പായയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായി തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. മാങ്ങ അച്ചാറുണ്ടാക്കാൻ കട്ട് ചെയ്യുന്നത് പോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കണം. ഇതിനായിട്ട് പപ്പായയുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. പകുതി പപ്പായ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് നമുക്കൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് കുറച്ച് നല്ലെണ്ണയാണ് ഇതിലൊഴിച്ചിരിക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ചൂടാവുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കണം. പിന്നെ ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു 4 പച്ചമുളക് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കണം. ഇഞ്ചി ഒരു വലിയ കഷ്ണം നീളത്തിൽ അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ വെളുത്തുള്ളി കുറച്ച് അധികം ഇട്ടുണ്ടെങ്കിൽ നല്ലതാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഞങ്ങളൊക്കെ ഇത് ഓമക്കായ എന്നാണ് പറയുക. ചിലരൊക്കെ കപ്പളങ്ങ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം മസാലകളൊക്കെ ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ വെളുത്തുള്ളി പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കായം, 2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, എല്ലാം കൂടി പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാലകളൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ, അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് പപ്പായ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കണം. അതിനുശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടത് വിനീഗറാണ്. വിനീഗർ ഇത് പപ്പായയ്ക്ക് പുളിയില്ലാത്ത കാരണം അതിനാണ് വിനീഗർ ചേർക്കുന്നത്. പപ്പായ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം വിനീഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് കാണൂ. അപ്പോൾ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പപ്പായ കൊണ്ട് നമ്മൾ അധികം പേരൊന്നും അച്ചാർ ഉണ്ടാക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ശരിക്കും മാങ്ങ ഒക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഒന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവരും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വിനീഗറാണ് ഒഴിച്ചത്. ഞാൻ എടുത്തിട്ടുള്ള ഈ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് വിനീഗർ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് 2-3 മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വെറ്റിച്ചെടുക്കണം. ഇപ്പോൾ നല്ല ടേസ്റ്റുള്ള സൂപ്പറായിട്ടുള്ള നമ്മുടെ പപ്പായ അച്ചാർ റെഡി ആയിട്ടുണ്ട്. പപ്പായ പിക്കിൾ നന്നായി ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഇട്ട് നല്ല ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാം. കുറേ ദിവസം അത് കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. ഞാൻ ഈ ബോട്ടിലിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് അതിൻ്റെ എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കിയിട്ടുണ്ട്. ഇത് അച്ചാർ കേടുവരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു.